ഒരാൾ വന്നാൽ അയാൾ തുടർച്ചയായി വിജയിക്കാൻ കഴിയുന്നു. CPM പോലും കഴിയുന്നില്ല. കാരണം 2 തവണ അവർ എന്നൊരു ടേം വെക്കുന്നത്, 3ാമത്തെ ടേമിൽ അദ്ദേഹം വിജയിക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ 8 തവണയും 9 തവണയും ജയിക്കുന്നത് അതൊരു അയോഗ്യതയല്ല, അതൊരു യോഗ്യതയാണ്. KSU ജില്ലാ പ്രസിഡന്റിനെ മുൻനിർത്തി കൊടിക്കുന്നിൽ സുരേഷിനെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ആരോപണങ്ങൾക്ക് പിന്നിൽ ജ്യോതികുമാർ ചാമക്കാലയാണെന്ന് എങ്ങനെ കാണുന്ന പ്രസ്താവനയെ? ഇടതുപക്ഷത്തിന് കേരളത്തിൽ മൊത്തവും കിട്ടിയ ഒരു പരാജയം ചർച്ച ചെയ്യുന്നതിന് മുമ്പ് തന്നെ കോൺഗ്രസിൻ്റെ ഏറ്റവും സമുന്നതനായ ഒരു നേതാവിനെ കുറിച്ച് സോഷ്യൽ മീഡിയ അറ്റാക്ക് നടത്തുകയും അദ്ദേഹത്തെ വ്യക്തിഹത്യ ചെയ്യുന്ന തരത്തിലേക്ക് സോഷ്യൽ മീഡിയ പോയി. ജില്ലാ പ്രസിഡന്റിനെ പോലെ ഒരാൾ MPക്കെതിരെ പറയേണ്ടിയിരുന്ന സ്ഥലം അതല്ല. അതിനെ നിയന്ത്രിക്കേണ്ടിയിരുന്ന നേതാക്കന്മാരുണ്ട്. ആ നേതാക്കന്മാർ നിയന്ത്രിച്ചില്ല. അതാണ് MPക്കുള്ള വിഷമം. MP പാർലമെൻറ്റ് ഇലക്ഷൻ അദ്ദേഹം അവിടെ വന്നപ്പോൾ അവിടെ വീക്കായിട്ടുള്ള സ്ഥലങ്ങൾ മാർക്ക് ചെയ്തു. നേരത്തെ ആ വാർഡിലും ബൂത്തുകളും മാർക്ക് ചെയ്തിട്ട് അദ്ദേഹം ഞങ്ങളുമായിട്ടൊക്കെ നിരന്തരം കമ്മ്യൂണിക്കേഷൻ നടത്തി. എങ്ങനെ ഇത് ഡെവലപ്പ് ചെയ്യാം എന്ന് പറഞ്ഞാൽ എൻ്റെ ടീം അതിൽ മുഴുവൻ ആളുകളും അതിൽ ശ്രീ ജ്യോതികുമാർ ചാമക്കാലയും അതിനോടൊപ്പം ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഒരു കോർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പിന്നിൽ നിന്ന് ഇതിനെ നയിക്കാൻ കൊടിക്കുന്നിൽ സുരേഷിന് കഴിഞ്ഞു എന്നുള്ള യാഥാർത്ഥ്യമാണ്. അദ്ദേഹം നമസ്കാരം. മീഡിയ വിഷൻ്റെ മറ്റൊരു സംവാദലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു വേറിട്ട അതിഥിയാണ് ഈ സംവാദത്തിൽ പരിചയപ്പെടുത്തുന്നത്. 50 വർഷത്തിന് ശേഷം ഇടതു ഭരണത്തിൽ നിന്ന് ഒരു പഞ്ചായത്തിനെ UDF പാളയത്തിൽ എത്തിച്ചിരിക്കുകയാണ് ശ്രീ സാജു ഖാൻ. മന്ത്രി KB ഗണേഷ് കുമാറിൻ്റെ തട്ടകമായ പത്തനാപുരം മണ്ഡലത്തിലെ പത്തനാപുരം പഞ്ചായത്ത് പിടിച്ചെടുത്ത സാജു ഖാനാണ് ഇന്ന് നമ്മുടെ അതിഥി. സാജു ഖാൻ്റെ രാഷ്ട്രീയ വിശേഷങ്ങളും സമര ചരിത്രങ്ങളും ഒക്കെ നമുക്കൊന്ന് ചോദിച്ചറിയാം. എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം. നമസ്കാരം ചേട്ടാ. എങ്ങനെയാണ് പത്തനാപുരം ഇത്ര രസകരമായിട്ട് പിടിച്ചെടുത്തേ? പത്തനാപുരത്ത് 1/2 നൂറ്റാണ്ട് ഒരു മനുഷ്യായുസിൻ്റെ കുട്ടിക്കാലം ചോദിച്ചാൽ മനുഷ്യായുസ് എന്ന് തന്നെ പറയാം. ആ മനുഷ്യായുസ് അത്രയും ഭരിച്ചുകൊണ്ടിരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. അപ്പോൾ അവരെ തുടർച്ചയായി ഭരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ പ്രതിപക്ഷം വളരെ വീക്കായിരുന്നു. കഴിഞ്ഞ തവണ 3 പേര്, അതിന് മുമ്പ് 2 പേരൊക്കെ ഉള്ളൂ പ്രതിപക്ഷത്ത്. അപ്പോൾ അടിസ്ഥാന മേഖലയിലെ വികസന പ്രവർത്തനങ്ങളോ കഴിഞ്ഞ 50 വർഷമായി പത്തനാപുരത്ത് നടത്തും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പദ്ധതികളോ നടത്തിയിട്ടില്ല. അത് ജനമധ്യത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. അതിന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമും മാധ്യമപ്രവർത്തകരും ഒക്കെ വളരെ രീതിയിൽ ഞങ്ങളെ സഹായിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അത് അഡ്രസ്സ് ചെയ്യാൻ കഴിഞ്ഞു. അത് ജനങ്ങൾ ചർച്ച ചെയ്തു. ആ ചർച്ചയുടെ ഫലമാണ് കൂട്ടുത്തരവാദിത്തമുള്ള ഒരു വലിയ തെരഞ്ഞെടുപ്പിനെ UDFന് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞു. UDF അത് വിജയിച്ചു വന്നു. ഈ 50 വർഷം എന്ന് പറയുന്നത് ഒരു ചെറിയ കാലയളവല്ല. കേരളത്തിൽ തന്നെ അപൂർവം പഞ്ചായത്തുകൾ മാത്രമാണ് ഇങ്ങനെ ഏതെങ്കിലും ഒരു വർഷത്ത് മാത്രം ഇത്ര ഉറച്ചു നിൽക്കുന്നത്. എന്താ ഇത്ര 50 വർഷം ഇത് ഇടതു ഭരണത്തിൽ തന്നെ പോകാനുള്ള കാരണം എന്തായിരിക്കും? ഇടതുപക്ഷം പത്തനാപുരത്ത് CPMന് കുറച്ച് സംഘടനാപരമായിട്ടുള്ള സ്കെൽട്ടൺ ഉണ്ട്. ആ സ്കെൽട്ടൺ ഉപയോഗിച്ച് കോൺഗ്രസ്സിന് ആധിപത്യമുള്ള, ഇൻ്റർനാഷണൽ കോൺഗ്രസ്സിന് ആധിപത്യമുള്ള വാർഡുകളിൽ ആ പാർട്ടിയുടെ ഒന്നിലധികം സ്ഥാനാർത്ഥികളെ അവർ മത്സരിപ്പിക്കും, ഒന്നിലധികം സ്ഥാനാർത്ഥികളെ അവർ പ്രോത്സാഹിപ്പിക്കും. അപ്പോൾ കോൺഗ്രസിൻ്റെ വോട്ട് സ്പ്ലിറ്റായി പോകും. അപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെല്ലാം ഓരോ തെരഞ്ഞെടുപ്പുകളെ ഞാൻ പരിശോധിച്ചു. അപ്പോൾ ഓരോ തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസിന് ഓരോ വാർഡിലും 2 സ്ഥാനാർത്ഥി കാണും. ഒന്ന് ഔദ്യോഗികവും കാണും, നിർബലും കാണും. അത്തരത്തിൽ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് സ്കാറ്റർ ചെയ്ത് കളയാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞു. അവർ ദീർഘവീക്ഷണത്തോടെ പ്രവർത്തിച്ചിരുന്നു. അത് വളരെ കൃത്യമായി നേരത്തെ മനസ്സിലാക്കി നേതൃത്വവുമായി ആലോചിച്ച് ഒരു സ്ഥാനാർത്ഥി, അതും ഏകപക്ഷീയമായി വാർഡ് കമ്മിറ്റികൾ തീരുമാനിച്ച സ്ഥാനാർത്ഥികൾ വന്നു. അവർക്ക് വിജയ സാധ്യത ഉണ്ടായിരുന്നു. സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു കളം അതിന് മുമ്പ് തന്നെ ഒരുക്കി വെച്ചിരുന്നു. ആൻറ്റി ഇൻകംബൻസി വളരെ കൃത്യമായി പറയാൻ, CPMൻ്റെ ജനവഞ്ചന പറയാൻ, കഴിഞ്ഞ കാലങ്ങളിൽ വാക്ക് പറഞ്ഞിട്ടും നടപ്പിലാക്കാത്ത, നാട്ടിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സംഘടിതമായി പ്രവർത്തിക്കുന്നത് ഇടതുപക്ഷത്തിലാണ്. അവരുടെ സമരങ്ങളിലാണ് ആൾ കൂടുതൽ. അവരുടെ പ്രോഗ്രാമിന് ജനപങ്കാളിത്തമുണ്ട്. എന്നാൽ ആ പങ്കാളികളാകുന്ന ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാതെയാണ് പത്തനാപുരത്ത് 50 വർഷമായി ഭരണനേട്ടം ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്. ആ നേട്ടം ഉണ്ടാക്കിക്കൊണ്ട് പോകുന്ന പഞ്ചായത്ത് പ്രസിഡന്റുമാരായി കടന്നു വന്ന ആളുകൾ അവരൊക്കെ സാധാരണക്കാരായി കടന്നു വന്ന് വലിയ സമ്പന്നതയിലേക്ക് മാറി എന്നുള്ള വസ്തുത കൂടി തുറന്നു കാണിക്കാൻ സാധിച്ചു. അഴിമതിയും സ്വജനപക്ഷപാതവും വികസന മുരടിപ്പും പ്രധാനമായും ജനങ്ങളിലേക്ക് ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. ഈ CPMൻ്റെ ഏരിയ കമ്മിറ്റിയിലെ നേതാക്കന്മാരുടെ അനന്തരവന്മാർക്ക് അല്ലെങ്കിൽ അവരുടെ മരുമക്കൾക്ക് കൃത്യമായി പഞ്ചായത്തിൽ ജോലി ഉണ്ടായിരുന്നു. ആ ജോലി അഴിമതിയിലൂടെ പണം സമ്പാദിക്കുന്നതിനും മറ്റ് ചില കാര്യങ്ങൾ ചെയ്യുന്നതിനും വേണ്ടി കൊണ്ടുവരികയും മുൻ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന ഒരു വ്യക്തി, ഏരിയ കമ്മിറ്റിയിലുണ്ടായിരുന്ന ഒരു വ്യക്തി, മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ പത്തനാപുരം പഞ്ചായത്തിൽ അഴിമതിയാണെന്ന് ഒരു പരാതി നൽകുകയും അത് മലയാള മനോരമ പുറത്തുവിടുകയും അത് ഞങ്ങൾ ഏറ്റെടുത്ത് ഹൃദയങ്ങളിലേക്ക് എത്തിക്കുകയും പാർട്ടിയിൽ അത് ചർച്ച ചെയ്യുന്ന തരത്തിലേക്ക് കൊണ്ടുവന്നു. പാർട്ടിക്കാർ, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള നയപരമായി പാർട്ടി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് സഖാക്കന്മാർ ഇത്തവണ കോൺഗ്രസിന് അനുകൂലമായി ചിന്തിച്ചു, അവർ പ്രവർത്തിച്ചു, അവർ ആശയവിനിമയം നടത്തി. അതിൻ്റെ കൂടി റിസൾട്ട് നമുക്ക് ലഭിച്ചു എന്നുള്ളതാണ്. ഇത്ര കാലത്തിൽ അധികാരത്തിലിരിക്കുന്ന ഒരു ഭരണവ്യവസ്ഥ, അപ്പോൾ അതിനെ തകർക്കണമെങ്കിൽ ശരിക്കൊരു മുന്നൊരുക്കം ആവശ്യമാണ്. അതെ. എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് നടത്തിയത്? മുന്നൊരുക്കം നടത്തിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആദ്യത്തെ
പഞ്ചായത്ത് മീറ്റിങ്ങിൽ തന്നെ ഞങ്ങൾക്ക് സ്ഥാനാർത്ഥിയില്ലായിരുന്നു, പ്രസിഡന്റ് സ്ഥാനാർത്ഥിയില്ലായിരുന്നു. ഞങ്ങൾ അന്ന് ബഹിഷ്കരിച്ചിറങ്ങിയതാണ്. അന്ന് മുതലുള്ള ചിട്ടയായ പ്രവർത്തനമാണ്. ഞങ്ങൾ പാർലമെൻ്ററി പാർട്ടി വളരെ കൃത്യമായി എല്ലാ മാസവും കൂടും. പാർട്ടിയുടെ ലീഡർഷിപ്പിനോട് ഞങ്ങളുടെ കാര്യങ്ങൾ അവതരിപ്പിക്കും. പഞ്ചായത്തിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളും പാർട്ടിയുമായി ആലോചിച്ച് ഞങ്ങൾ ഓരോന്നോരോന്നായി ചർച്ച ചെയ്ത് അത് കമ്മിറ്റിയിൽ അവതരിപ്പിച്ച് അത് ബഹുജന മധ്യത്തിൽ അവതരിപ്പിച്ച് സമരങ്ങൾ സംഘടിപ്പിച്ച് അതും നിരന്തരമായ സമരങ്ങൾ സംഘടിപ്പിച്ച് ഈ സമര പോരാട്ടങ്ങൾക്ക് പുറമേ ഞങ്ങൾ എല്ലാ വർഷവും പഠനോപകരണ വിതരണം, മെറിറ്റ് അവാർഡ്, പിന്നെ കിറ്റുകൾ വിതരണം, ഓണക്കോടി വിതരണം, ഇങ്ങനെ ഞങ്ങൾ അതർ ആക്ടിവിറ്റീസിലൂടെ പങ്കെടുത്ത് ആളുകൾക്ക് വേണ്ടുന്ന സഹായങ്ങൾ കൂടി ഞങ്ങളൊരു പഞ്ചായത്ത് മെമ്പർമാർ എന്ന നിലയിൽ പാർട്ടിയോടൊപ്പം നിന്നുകൊണ്ട് ആളുകൾക്ക് അവർക്ക് എന്താ പറയുന്നത്, അവർക്ക് നമ്മൾ വേണ്ടത് ഒരു ആശ്വാസമാണ്. നമുക്കെല്ലാം കൊടുക്കാൻ കഴിയില്ല. നമ്മൾ തിരഞ്ഞെടുപ്പിൽ പോകുമ്പോൾ അവരുടെ എന്ത് ആവശ്യമുണ്ടെങ്കിലും നമ്മൾ സാധിച്ചു കൊടുക്കാമെന്ന് പറയും. പക്ഷേ എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുക്കാൻ കഴിയില്ല. അവരുടെ ആവശ്യങ്ങൾക്ക് വിളിച്ചാൽ അവരോടൊപ്പം നിൽക്കും എന്ന് അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടാക്കി കൊടുക്കുക. ആ കോൺഫിഡൻസ് ഞങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചു, ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഉറച്ചു നിന്നു, അത് ആളുകൾക്ക് ബോധ്യപ്പെട്ട് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് നൽകി. ഒരുപക്ഷെ സാജു ഖാൻ ശ്രദ്ധേയനാവുന്നത് വ്യത്യസ്തമായ ചില സമര രീതികളിലൂടെയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാല നവമാധ്യമങ്ങളിലൂടെയാണ് ഇതിൻ്റെ പ്രചാരണം. അപ്പോൾ അങ്ങനെ നടപ്പാക്കിയ ചില സമരങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, എങ്ങനെയായിരുന്നു അതിൻ്റെ പ്രതികരണങ്ങളൊക്കെ? നമ്മൾ പഞ്ചായത്ത് കമ്മിറ്റിയിലെ മെമ്പർമാരാവുന്ന സമയത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്ത് 3 മെമ്പർമാരാണ്, ഞാനും ഫറൂഖ് മുഹമ്മദ് നിവാസും. ഞങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് ആദ്യത്തെ 4 വർഷത്തോളം വളരെ കൃത്യമായി ബഡ്ജറ്റ് തയ്യാറാക്കുന്നതിന് മുമ്പ് ഞങ്ങൾ പറഞ്ഞു പത്തനാപുരത്ത് മാർക്കറ്റ്, അത് 5000-ലധികം ആളുകൾ അവർ ജീവനോപാധിക്ക് വേണ്ടി ആശ്രയിച്ചിരുന്ന മാർക്കറ്റ് അത് തകർത്ത് തരിപ്പണമാക്കിയത് പുനരധിവാസം നടത്തണമെന്ന് പറഞ്ഞു. അവിടെ ഒരു ശ്മശാനം നിർമ്മിക്കണമെന്ന് പറഞ്ഞു. അവിടെ കളിസ്ഥലം വേണമെന്ന് പറഞ്ഞു. അവിടെ പിന്നെ ഈ തെരുവുനായ ശല്യം അത് അവസാനിപ്പിക്കാനുള്ള പദ്ധതി വേണമെന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരുപാട് പദ്ധതികൾ ഞങ്ങൾ പ്രസിഡന്റുമായി ആലോചിച്ച് ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിരുന്നു. എന്നാൽ അതിനുള്ള ഫണ്ടുകൾ MLAയുടെ ഭാഗത്തുനിന്ന് സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് എത്തിയില്ല എന്ന് മാത്രമല്ല, അത് CPMന് ഇടപെട്ട് വാങ്ങിയെടുത്ത് പത്തനാപുരത്ത് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഗ്രാമീണ റോഡുകളുടെയും കുടിവെള്ള പ്രശ്നത്തിൻ്റെയും ഒക്കെ എന്താണ് ആവശ്യമെന്നുള്ളത് ഇവർക്ക് വ്യത്യസ്ത സമരങ്ങളിലൂടെ കാണിച്ചു കൊടുത്തു. അത് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയ ഫൈസൽ എന്ന് പറയുന്ന ഒരു കുഞ്ഞുമോള് പേപ്പട്ടിയുടെ കടിയേറ്റ് മരണപ്പെട്ടു. അപ്പോൾ നിങ്ങളെല്ലാം വലിയ രീതിയിൽ അത് വാർത്ത ചെയ്തതാണ്. അപ്പോൾ ആ കുഞ്ഞ് മരണപ്പെട്ട തൊട്ടടുത്ത ദിവസം കുരിയോട്ടുമലയിൽ, പത്തനാപുരത്തെ കുരിയോട്ടുമല പറവന്തൂർ പഞ്ചായത്തിൽ 3 കോടി രൂപ മുടക്കി കൊല്ലം ജില്ലാ പഞ്ചായത്തുമായി സഹകരിച്ച് നടത്തുന്ന ഒരു ഷെൽട്ടർ ഹോമുണ്ട്, ഈ തെരുവ് നായകളെ ഷെൽട്ടർ ചെയ്യുന്നതിന്. അതിന് കുടിവെള്ളവും ആഹാരവും കൊടുക്കുന്നതിന് വേണ്ടി ഓരോ പഞ്ചായത്തും 3 ലക്ഷം രൂപ വീതം കഴിഞ്ഞ 3 വർഷവും കൊടുത്തിട്ടുണ്ട്. എന്നാൽ അവിടെ ഒരു തെരുവുനായെ പോലും ഇതുവരെ കൊണ്ടുപോയിട്ടില്ല എന്നുള്ളതാണ്. നാട്ടിൽ നടക്കുന്ന തെരുവുനായെ കൊണ്ടുപോയി അവിടെ പുനരധിവസിപ്പിച്ചിട്ടില്ല. അപ്പോൾ അതിനെതിരെ ഞങ്ങൾ 3 പേരൂടെ സംഘടിച്ചിട്ട് ഞങ്ങളൊരു വളർത്തുനായുമായി പഞ്ചായത്ത് കമ്മിറ്റിയിലേക്ക് പോയി. അത് സോഷ്യൽ മീഡിയയിൽ വലിയ അറ്റൻഷൻ ഞങ്ങൾക്ക് ലഭിച്ചു. ഞങ്ങളെ ഒരുപാട് പേർ ട്രോളി. പക്ഷേ അത് തെരഞ്ഞെടുപ്പായപ്പോൾ ഞങ്ങൾക്ക് അനുകൂലമായി. കാരണം ഇത് ജനങ്ങളിലേക്ക് എത്തി, സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു, ജനങ്ങൾ ചർച്ച ചെയ്തു. അതുപോലെ തന്നെയാണ് മാർക്കറ്റ് നടപ്പിലാക്കണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 2 പെട്ടി മീനും പച്ചക്കറിയുമായി പഞ്ചായത്തിന് മുന്നിൽ ചെന്ന് ആളുകൾക്കെല്ലാം കൊടുത്തിട്ട് പറഞ്ഞു മാർക്കറ്റ് തരാമെന്ന് പറഞ്ഞ് 5 വർഷമായില്ലേ, മാർക്കറ്റ് എന്താ പണിയാത്തേ, ഒരു ദിവസം നടപ്പിലാക്കാത്ത എന്താ, കൃത്യമായി മറുപടി പറയട്ടെ. അതുപോലെയാണ് ഒരാൾ മരണപ്പെട്ടു, അയാളെ മറ്റ് ബന്ധുക്കളൊന്നുമില്ല, ഒരു ഇൻ്റർകാസ്റ്റ് മാരേജാണ്, അപ്പോൾ അടക്കാൻ സ്ഥലമില്ല. ഇതുപോലെ പട്ടികജാതിക്കാരും പട്ടികവർഗ്ഗക്കാരും കൊല്ലം ജില്ലയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ താമസിക്കുന്നത് പത്തനാപുരത്താണ്. ഏറ്റവും കൂടുതൽ ട്രൈബൽ കോളനികളുള്ള സ്ഥലമാണ്. അവിടെ ഒരു ശ്മശാനമില്ല. അപ്പോൾ അവിടെ മരിക്കപ്പെടുന്ന ആളുകൾ ഒന്നുകിൽ 3 സെൻറ്റ് 4 സെൻറ്റ് കോളനിയിലുള്ളവരുടെ അടുക്കള പോലും തോണ്ടി അവിടെ അടക്കപ്പെടുന്നു. പിന്നെ തെന്മല പഞ്ചായത്തിലാണ് കൊണ്ടുപോയി ദഹിപ്പിക്കുന്നതിന് വലിയ ഭാരിച്ച ചിലവ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളൊരു അവസരത്തിൽ പത്തനാപുരം പഞ്ചായത്തിൽ 20 വർഷമായി ശ്മശാനം നിർമ്മിക്കുന്നതിനുള്ള സ്ഥലമുണ്ട്, എന്നാൽ ഇതുവരെ നിർമ്മിക്കുന്നതിനുള്ള ഫണ്ടില്ല. അപ്പോൾ MLA തരാമെന്ന് പറഞ്ഞിട്ട് നമ്മളെ 25 വർഷമായിട്ട് തരാം എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഇങ്ങനെ കബളിപ്പിക്കുകയാണ്. ആ വിഷയം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ വരണം, ജനങ്ങളുടെ ശ്രദ്ധയിൽ വരണം. മുടിചൂടാൻ മനനായി, അതായത് വികസനത്തിൻ്റെ പന്താവിലേറി നിൽക്കുന്ന ഗണേഷ് കുമാറിൻ്റെ നാട്ടിൽ ശ്മശാനമില്ല എന്നുള്ളത് ജനങ്ങൾ അറിയണം. അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു ശവമഞ്ചവുമായി ഞങ്ങൾ പഞ്ചായത്തിലേക്ക് പോയി, പോലീസ് അറസ്റ്റ് ചെയ്തു. ഞങ്ങൾ പത്തനാപുരത്തുള്ള യുവാക്കൾക്ക് അല്ലെങ്കിൽ വെറുതെ ആയിട്ടുള്ള ആളുകൾക്ക് വ്യായാമം ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഒരു കളിസ്ഥലം വേണം, ആ കളിസ്ഥലം യാഥാർത്ഥ്യമാക്കണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഫുട്ബോൾ കളിച്ച് പ്രതിഷേധിച്ചു. ഇങ്ങനെ വ്യത്യസ്ത സമരങ്ങൾ ഞങ്ങൾ ആവിഷ്കരിച്ചു. അതൊക്കെയും ഈ നാടിൻ്റെ ജനകീയ വിഷയങ്ങളായിരുന്നു. അതിനെതിരെ ഇവർ മുഖം തിരിഞ്ഞു നിന്നെന്ന് മാത്രമല്ല, ഞങ്ങളെ സോഷ്യൽ മീഡിയയിൽ ഷോ ആണെന്ന് പറഞ്ഞ് ഞങ്ങളുടെ കുടുംബത്തെ പോലും, ഞങ്ങളുടെ പാർട്ടിക്കാരെയൊക്കെ വളരെ മോശമായി അപമാനിച്ചു. അത് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അത് അഡ്രസ്സ് ചെയ്യാൻ സാധിച്ചത് കൊണ്ട് ജനങ്ങൾ ചർച്ച ചെയ്തു, അതിനെതിരെ വോട്ട് ചെയ്തു. ഇങ്ങനെ വലിയ സമരരംഗത്തൊക്കെ നിൽക്കുമ്പോഴും പത്തനാപുരം പഞ്ചായത്തിൻ്റെ ഒരു സാരഥിയായിട്ട് മാറുകയാണ്. എങ്ങനെയാണ് സാജു ഖാൻ്റെ ഒരു രാഷ്ട്രീയ പ്രവേശനം? എങ്ങനെയാണ്? ഞാൻ സ്കൂൾ കാലത്ത് KSUവിൻ്റെ ഒരു
സംഘടന, അതായത് സമരം വരുമ്പോൾ അന്ന് ഞാൻ പഠിക്കുന്ന സമയത്ത് കൂടുതൽ KSUകാരനെ സമരം വിളിക്കുന്നത്, കൊച്ചു കുട്ടിയായിരുന്ന സമയത്ത്. അപ്പോൾ അവരോട് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു, അവരോട് സംസാരിച്ച് തുടങ്ങി. കോൺഗ്രസിൻ്റെ ആളുകളാണല്ലോ അപ്പോൾ വരുന്നത്, അവരുമായിട്ടൊരു കമ്മ്യൂണിക്കേഷനായി. കോളേജിൽ സെൻറ്റ് സ്റ്റീവൻസ് കോളേജിൽ പോയപ്പോൾ KSUവിൻ്റെ സംഘടനാ പ്രവർത്തന രംഗത്തിൽ ചുമതലകൾ ലഭിച്ചു. KSUവിന് യൂണിറ്റ് പ്രസിഡന്റ് ആവാൻ സാധിച്ചു. ഞാൻ ആ സംഘടനാ പ്രവർത്തനം അവിടെ നിന്നും ഫൈനൽ ഇയറായി ഇറങ്ങുന്ന സമയത്ത് KSUവിന് 17 വർഷത്തിന് ശേഷം യൂണിയൻ പിടിക്കാൻ സാധിച്ചു. അങ്ങനെ ഒരു അഭിമാനകരമായ ഒരു നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചു. KSUവിൻ്റെ താലൂക്ക് പ്രസിഡന്റ്, ജില്ലാ സെക്രട്ടറി, PC വിഷ്ണുനാഥ് സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്താണ് ഞാൻ KSUവിൻ്റെ യൂണിറ്റ് പ്രസിഡന്റായി പ്രവർത്തിച്ചത്. പിന്നെ ഹൈബി ഇടുന്ന കമ്മിറ്റി ജില്ലാ സെക്രട്ടറിയായി. പിന്നീട് കേരള സർവകലാശാലയിൽ 2 തവണ സെനറ്റ് മെമ്പറായി. 2ാം തവണ സെനറ്റ് മെമ്പറായി തിരഞ്ഞെടുക്കുമ്പോൾ കേരള സർവകലാശാലയിൽ 22 വർഷത്തിന് ശേഷം KSU സെനറ്റിന് ആധിപത്യം കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ പഞ്ചായത്തിലും എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, പഞ്ചായത്ത് മെമ്പറായി അടുത്ത തവണ പഞ്ചായത്ത് തിരിച്ചു പിടിക്കുന്ന ഒരു ചരിത്രം കുറിക്കണമെന്ന്. അതിന് വളരെയേറെ എഫർട്ട് എടുത്തു. അതിന് നമ്മുടെ പാർട്ടിയുടെ എല്ലാ നേതാക്കന്മാരും വലിയ പിന്തുണ തന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇത്തരം ഒരു പോരാട്ടം നയിക്കണമെങ്കിൽ നല്ലൊരു സംഘടന പിൻബലം നമുക്കുണ്ടായിരുന്നു, നേതൃത്വത്തിൻ്റെ പിന്തുണയും. അതെ, അങ്ങനെയാണെങ്കിൽ പത്തനാപുരം മണ്ഡലത്തിലെ സംഘടനാ സംവിധാനം എങ്ങനെയൊക്കെയാണ് നമുക്ക് ആ പിന്തുണ നൽകിയത്? പത്തനാപുരത്ത് ഇപ്പോൾ നിലവിൽ MP എന്ന നിലയിൽ കൊടിക്കുന്നിൽ സുരേഷ് ഏതൊരു കാര്യത്തിനും ഫോണിൽ വിളിച്ചാൽ അദ്ദേഹം ഒന്നിലെടുക്കും, അല്ലെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞാൽ തിരിച്ചു വിളിക്കും. അതുപോലെ ഒരു പല ആളുകളും സോഷ്യൽ മീഡിയയിലും MP അറിയാത്ത ആളുകളായിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. MP-യോട് ഒരു കാര്യം പറഞ്ഞ് പോകാത്ത ആളുകളോ, അല്ലെങ്കിൽ MP-യോട് വ്യക്തിപരമായി അടുപ്പമില്ലാത്ത ആളുകളോ, അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് ഒരു ആവശ്യം പറഞ്ഞിട്ടില്ലാത്ത ആളുകളോ ആയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ രാവിലെ പോയാൽ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഓഫീസിൽ പോകുന്നത് പോലെയുള്ളൊരു തിരക്കാണ്. ആ തിരക്ക് പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണ്. അദ്ദേഹം ഏതൊരു കാര്യം പറഞ്ഞാലും അതിനുവേണ്ടി പരിശ്രമിക്കും. ഇപ്പോൾ നടക്കില്ല എന്ന് നടക്കാത്ത ഒരു കാര്യമാണെങ്കിലും അതിനുവേണ്ടി അദ്ദേഹം മാക്സിമം പരമാവധി അതിൽ എഫേർട്ട് എടുക്കും. അപ്പോൾ സംഘടനാപരമായിട്ട് അല്ലെങ്കിൽ പോലും ജനകീയമായിട്ട് ആളുകൾക്ക് ഏറ്റവും ആവശ്യമുള്ള കാര്യങ്ങൾ അവരോടൊപ്പം നിൽക്കുക. അത് നടന്നാലും നടന്നില്ലെങ്കിലും ആ ഒപ്പം നിൽക്കുന്ന ആളുകൾക്കൊരു സ്നേഹവും വിശ്വാസവും. അത് പത്തനാപുരത്ത് ഗുണം ചെയ്തു എന്നുള്ളതാണ്. അത് ആവശ്യമില്ലാതെ ഇൻ്റർഫിയറൻസിനൊന്നും വരത്തില്ല. അദ്ദേഹം ഞങ്ങൾ ചെയ്തിട്ടുള്ള ഒരു 15 ഇനം പരിപാടികൾ ഉദ്ഘാടകൻ അദ്ദേഹമായിരുന്നു. രാപ്പകൽ സമരങ്ങൾ, നിരാഹാര സമരങ്ങൾ, മാർച്ചുകൾ, ഇതൊക്കെ അദ്ദേഹം വരുമായിരുന്നു. അതിലുപരി DCCയിൽ നിന്നും വളരെ കൃത്യമായി ഓർഗനൈസ് ചെയ്ത് വോട്ട് ചേർക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പ്രിയപ്പെട്ട ഹരികുമാറായിരുന്നു വന്ന് DC ജനറൽ സെക്രട്ടറി. ഓരോ വാർഡിലും വന്നിരുന്ന് അവിടെ സംഘടനാപരമായിട്ടുള്ള പോരായ്മകൾ ചർച്ച ചെയ്ത്, കാരണം MP പാർലമെൻറ്റ് ഇലക്ഷൻ അദ്ദേഹം അവിടെ വന്നപ്പോൾ അവിടെ വീക്കായിട്ടുള്ള സ്ഥലങ്ങൾ മാർക്ക് ചെയ്തു. നേരത്തെ ആ വാർഡിലും ബൂത്തുകളും മാർക്ക് ചെയ്തിട്ട് അദ്ദേഹം ഞങ്ങളുമായിട്ടൊക്കെ നിരന്തരം കമ്മ്യൂണിക്കേഷൻ നടത്തി, എങ്ങനെ ഇതിനെ ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ ഓരോ സ്ഥാനാർത്ഥികളുടെ പേര് പറയും. അതിൽ മണ്ഡലം പ്രസിഡന്റുമാർ PA ഷാജഹാനും പിന്നെ നവാസ് ഖാനും ഒക്കെ വളരെ നിർണായക പങ്ക് വഹിച്ച ആളുകളാണ്. DCC ഭാരവാഹികൾ ഷിബു വള്ളിത്തോപ്പിൽ, ഈ പറഞ്ഞ നമ്മുടെ CR നജീബ് KPCC മെമ്പർ, പിന്നെ എന്താ പറയുക എൻ്റെ ടീമാണ് അതിൽ മുഴുവൻ ആളുകളും. അതിൽ ശ്രീ ജ്യോതികുമാർ ചാമക്കാലി അതിനോടൊപ്പം ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഒരു കോർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പിന്നിൽ നിന്ന് ഇതിനെ നയിക്കാൻ കൊടിക്കുന്നിൽ സുരേഷിന് കഴിഞ്ഞു എന്നുള്ള യാഥാർത്ഥ്യമാണ്. അദ്ദേഹം ഓരോ സ്ഥാനാർത്ഥികൾക്കും, ബ്ലോക്ക് സ്ഥാനാർത്ഥികൾക്ക് 10,000 രൂപ വീതം നൽകി. വാർഡിൽ ആവശ്യപ്പെടുന്ന എല്ലാവർക്കും 5,000 രൂപ വീതം നൽകി. അദ്ദേഹം മുൻകാലം ഞാൻ പഞ്ചായത്തിൽ മത്സരിച്ചപ്പോൾ എനിക്ക് 10,000 രൂപ തന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങളും, പിന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വിളിക്കുന്ന ആളുകൾക്കെല്ലാം വളരെ കൃത്യമായി ആ പ്രചരണ യോഗങ്ങളിൽ പോവുക, അത് ഓർഗനൈസ് ചെയ്യുക. അദ്ദേഹം പിന്നെ ചില ആളുകളോട് MP സംസാരിച്ചാൽ ചില ആളുകൾ പാർട്ടിക്ക് വോട്ട് ചെയ്യും എന്നുള്ള സാഹചര്യത്തിൽ അദ്ദേഹം അത് ഇടപെടുക. അങ്ങനെ ഒരു സോഷ്യൽ എഞ്ചിനീയറിങ് ഇതിൽ വളരെ കൃത്യമായി ഉണ്ടായിരുന്നു. അതിന് MP-ക്ക് യാതൊരുവിധ പങ്കുമില്ല എന്ന് പറയുന്നത് അടിസ്ഥാനരഹിതമാണ്. MP അവിടെ ബ്ലോക്ക് പ്രസിഡന്റും മണ്ഡലം പ്രസിഡന്റുമാരെയൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നതിലൊക്കെ MP-ക്ക് വളരെ സാന്നിധ്യമുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ജ്യോതികുമാറും നമ്മുടെ KPCC സെക്രട്ടറി ശശികണ്ണനും ഒക്കെ വരുന്ന സമയത്ത് അവരൊക്കെ കോർ കമ്മിറ്റിയുമായിട്ടാണ് വരുന്നത്. ആ വരുന്ന സമയത്ത് അവിടെ ആളുകളെ ഇരിക്കാനും അവിടെ ഇരുത്താനും അവരെ കൊണ്ട് പണിയെടുപ്പിക്കാനും അവർക്ക് വേണ്ടുന്ന മറ്റ് ആവശ്യങ്ങൾ നടപ്പിലാക്കി കൊടുക്കുവാനും കൊടിക്കുന്നിൽ സുരേഷിനെ പോലുള്ള അധികാരികൾ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അത് വിസ്മരിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന് കൂടി അവകാശപ്പെട്ടതാണ് ഈ പാർട്ടിയുടെ എൻ്റെ ടീമിന്. നമ്മൾ ഒരാളുടെ മാത്രം ഇതായിട്ട് പറയുന്നില്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പലരും പല പോസ്റ്റുകളും ഇടും. അപ്പോൾ ഇപ്പോൾ എൻ്റെയും പോസ്റ്റുകൾ ആളുകൾ ഇടാറുണ്ട്. അതൊക്കെ നമ്മളെ ഇഷ്ടപ്പെടുന്ന ആളുകൾ, നമ്മളെ സോഷ്യൽ മീഡിയയിൽ മനസ്സിലാക്കിയ ആളുകളാണ്. പക്ഷേ ഇതിന് കാമ്പ് കഴമ്പ് തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ ഇപ്പോൾ കഴിഞ്ഞ 2.5 വർഷമായി എനിക്ക് പാർട്ടിയിൽ ഔദ്യോഗിക പദവിയില്ല. പാർലമെൻ്ററി പാർട്ടി ലീഡർ എന്ന പദവി മാത്രമേ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ അവിടെ എല്ലാം ഓടി നടന്ന് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സ്വീകാര്യത, നമുക്ക് കിട്ടുന്ന പിന്തുണ, നമുക്ക് പല ആവശ്യങ്ങളുമായി ഇപ്പോൾ പറവന്തൂർ പഞ്ചായത്തിൽ തന്നെ അവിടെ ഒരു CPM-ൻ്റെ ഒരു മെമ്പർ ഒരു സമയം തന്നെ പഞ്ചായത്ത് മെമ്പറായും അതേ സമയം തന്നെ തൊഴിലുറപ്പിലും പഞ്ചായത്ത് മെമ്പറായിരിക്കുന്ന സമയത്ത് പഞ്ചായത്ത് യോഗത്തിലും പങ്കെടുത്ത് മിനിറ്റ്സിൽ ഒപ്പിട്ടു, അതേ ദിവസം തൊഴിലുറപ്പിലും ഒപ്പിട്ടു പൈസ വാങ്ങിച്ചു. അത് ഞങ്ങൾ ടേക്കപ്പ് ചെയ്തു. അപ്പോൾ ഞങ്ങൾക്കെതിരെ, എനിക്ക് അവിടുത്തെ മണ്ഡലം പ്രസിഡന്റ് ബിജു വാഴലിനെതിരെ പരാതി കൊടുത്തു അവർ. അപ്പോൾ അതിനെതിരെ ഞങ്ങൾ MP ഒരുപാട് സഹായിച്ചു.
അവിടുത്തെ ഒരുപാട് ജനകീയ വിഷയങ്ങൾ ഇപ്പം പഞ്ചായത്തിൽ തന്നെ പത്തനാപുരം പഞ്ചായത്തിലും പ്രഭുത്വ പഞ്ചായത്തിലും ഈ തൊഴിലുറപ്പ് പദ്ധതിയുമായിട്ടുള്ള ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു. അതിൽ ഇന്റേണൽ വിജിലൻസിലും വിജിലൻസ് ഓഫീസർക്കും ഓംബുഡ്സ്മാനിലും പരാതി കൊടുക്കുവാനും അതിന് വേണ്ടുന്ന ഒരു റൂട്ട് ഒക്കെ MP നമുക്ക് വളരെ ക്ലിയറായി ചെയ്തു. ഇങ്ങനെയൊക്കെ MP സഹായിച്ചെന്ന് പറയുമ്പോഴും പത്തനാപുരം മണ്ഡലത്തിലെ ഒരു വിജയത്തിൻ്റെ ക്രെഡിറ്റിനെ ചൊല്ലി ഒരു അവകാശ തർക്കം നടക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നിലയിലേക്ക് പോയത്? അത് കൊടിക്കുന്നിൽ സുരേഷ് ഈ തെരഞ്ഞെടുപ്പ് വിജയം ഉണ്ടാകുമ്പോൾ എന്നോട് ആദ്യമേ പറഞ്ഞു, പത്തനാപുരം പഞ്ചായത്ത് പിടിച്ചാൽ, അപ്പോൾ ഞങ്ങൾ 8 പഞ്ചായത്താണ് മൊത്തത്തിലുള്ളത്, അതിൽ പത്തനാപുരം പഞ്ചായത്തിൽ എഴുതിത്തള്ളുന്ന പഞ്ചായത്തല്ല വർഷം. അപ്പോൾ എന്നോട് MP പേഴ്സണലായിട്ട് പറഞ്ഞു, പത്തനാപുരം പഞ്ചായത്ത് പിടിച്ചാൽ കേരളം ജയിക്കുന്നത് പോലെ സന്തോഷമാണ് നമുക്ക്. അപ്പോൾ അതിന് ഏതൊക്കെ സാധ്യതകൾ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ സ്ഥാനാർത്ഥി നിർണയം മുതൽ അല്ലെങ്കിൽ വോട്ട് ചേർക്കുന്ന സമയം മുതൽ അദ്ദേഹം ഒരാൾക്ക് വേണ്ടി പോലും എന്താ പറയുന്നത് അനാവശ്യമായി വാശി പിടിച്ചിട്ടില്ല. എൻ്റെ ഒരാളെ അപ്പോൾ എത്ര വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ ജനിക്കുമ്പോൾ പോലും അദ്ദേഹം MP ആയിരുന്നു. അത്ര പ്രവർത്തന പാരമ്പര്യമുള്ള ഒരു വ്യക്തിയാണ്. ഒരാളെ മത്സരിപ്പിക്കണമെന്ന് വാശി പിടിച്ചില്ല. ഞങ്ങൾ പറഞ്ഞു ഇതാണ് ബെസ്റ്റ്, ഇതാണ് ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അതാണ് ബെറ്റർ ഓപ്ഷൻ. ഇന്നടത്ത് ഇന്നാളും മതി, MP അത് മതി, വിജയസാധ്യത മതി, വിന്നബിലിറ്റി ഈസ് ഫസ്റ്റ് അല്ലെങ്കിൽ മോസ്റ്റ് പ്രോബബിൾ ആയിട്ട് നമ്മൾ എടുക്കേണ്ടത് വിന്നബിലിറ്റിയാണ് എന്നുള്ളതാണ് നമ്മൾ നിർദ്ദേശം. അത് വളരെ ഈ പത്തനാപുരം പറവന്തോട്ട മേഖലയിലൊക്കെ അത് വളരെ ക്ലിയറായി ചെയ്തു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഈ സംസ്ഥാനത്ത് മറ്റെങ്ങും ഇല്ലാത്ത വിധം ഒരു തെരഞ്ഞെടുപ്പിൽ എൻ്റെ പേരിൽ സൈബർ അറ്റാക്ക് നേരിടേണ്ടി വരുന്ന ഒരാളാണ് കൊടിക്കുന്നിൽ സുരേഷ്. എന്താ അതിനൊക്കെ ഒരു പ്രധാന പിന്നിലുള്ള എന്തായിരിക്കും കാരണം? അത് ഞാൻ പറയും, MBA നേരിട്ട് മനസ്സിലാക്കാത്ത ആളുകളായിരിക്കും ഇത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഞാനും MBA ഒന്നും ഒരുമിച്ച് നിന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ള ആളുകളല്ല. പക്ഷേ പാർട്ടിക്കകത്ത് വ്യത്യസ്ത ഇടങ്ങളിൽ നിന്നിരുന്നെങ്കിൽ പോലും ഒരു കോമണായ പാർട്ടിയുടെ ഒരാവശ്യങ്ങൾക്ക് കൊടിക്കുന്നിൽ സുരേഷ് നൽകുന്ന പിന്തുണ വളരെ വലുതാണ്. കാരണം പുള്ളിക്ക് അദ്ദേഹത്തിന് വലിയ സ്വീകാര്യതയുണ്ട്. അദ്ദേഹത്തിന് കൊറോണ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത്, കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തകനാണ്, അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകൾ അന്ന് ഹരിയാനയിൽ ബ്ലോക്കായി കിടക്കുകയാണ്. അപ്പോൾ ഞാൻ കൊടിക്കുന്നിൽ സുരേഷ് MBയെ വിളിച്ചു. അദ്ദേഹം അവിടുത്തെ MBയെ വിളിച്ച് ആ MBയാണ് ഹരിയാനയിലുള്ള ആ കുട്ടിയെ ബോർഡർ വരെ എത്തിച്ചു. അതിന് തൊട്ടടുത്ത സ്റ്റേറ്റിലുള്ള ഒരു MP അടുത്ത ബോർഡർ വരെ എത്തിച്ചു. അങ്ങനെ ആ കുട്ടിയെ അടൂർ വരെ എത്തിച്ച് പറവന്തൂർ പഞ്ചായത്തിലെ ഒരു കുടുംബത്തിലൊരു കുഞ്ഞാണ്. അപ്പോൾ അത്രയോളം റിസ്ക്കുകൾ അദ്ദേഹം ഏറ്റെടുക്കാറുണ്ട്. അപ്പോൾ അത്രയേറെ റിസ്ക്കുകൾ ഏറ്റെടുക്കുന്നത് മാത്രമല്ല, പിന്നെ പുള്ളി സോഷ്യൽ മീഡിയയിൽ അത്രത്തോളം പബ്ലിസിറ്റി ചെയ്യാറില്ല ഈ കാര്യങ്ങളൊന്നും. അതാണ് പുള്ളിയുടെ പല ആക്ടിവിറ്റീസും സമൂഹം മനസ്സിലാക്കാതെ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് മനസ്സിലാവാതെ വരുന്നവരാണ് ഇത്തരത്തിൽ കമൻറ്റുകൾ ഇടുന്നത്. പിന്നെ അദ്ദേഹം ഇപ്പോൾ ഏതൊരു രാഷ്ട്രീയ നേതാവിനും ഉയർന്ന പദവിയിലേക്ക് എത്താൻ ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ എനിക്കും ഉയർന്ന പദവിയിലേക്ക് വരാൻ ആഗ്രഹമുണ്ട്. ഞാനും സംഘടനാപരമായി യൂണിറ്റ് പ്രസിഡന്റ് മുതൽ സംസ്ഥാന തലം വന്ന ആളാണ്. ഇപ്പം കൊടിക്കുന്നിൽ സുരേഷ് എന്ന് പറഞ്ഞാൽ വർക്കിംഗ് കമ്മിറ്റിയിൽ വരെ എത്തിയ ആളാണ്. അപ്പോൾ ഒരു KPC പ്രസിഡന്റോ അല്ലെങ്കിൽ അതേപോലെ ഒരു സ്ഥാനം വരുമ്പോൾ അദ്ദേഹം ആഗ്രഹിക്കുന്നത് തെറ്റാണെന്ന് പറയാൻ കഴിയില്ല. അത് തെറ്റാണെന്ന് ചിലർ ചിത്രീകരിക്കുകയും ചോദിച്ചത് അദ്ദേഹത്തിന് ചോദിക്കാനുള്ള അർഹതയില്ലെന്നോ അല്ലെങ്കിൽ അത് അനർഹമായ സ്ഥാനമാണെന്നോ ഒക്കെ ആണ് ചില ആളുകൾ കമൻ്റ് ഇടുന്നത്. അത് ഒരിക്കലും അങ്ങനെയുള്ള വിവേചനമില്ല. കോൺഗ്രസ് പാർട്ടിയിൽ ഏതൊരു ആൾക്കും, ഏതൊരു പ്രവർത്തകനും ഏതൊരു പദവിയിലും എത്താൻ കഴിയുന്ന ഒരു പാർട്ടിയാണ്. പ്രവർത്തനമാണ് മാനദണ്ഡമാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കൊടിക്കുന്നിൽ സുരേഷും അത്രത്തോളം പദവിയിലേക്ക് എത്താൻ വളരെ യോഗ്യനാണ്. അത് എല്ലാവരും അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ ഒരു ജനാധിപത്യ പാർട്ടി ആയതുകൊണ്ട് എല്ലാവരും അഭിപ്രായം പറയും. സോഷ്യൽ മീഡിയയിൽ അഭിപ്രായം പറയുന്നതിന് നമുക്കൊന്നും ലിമിറ്റേഷൻ ഇല്ല. അതുകൊണ്ടാണ് MBക്കെതിരെ ഇത്രയോ സൈബർ അറ്റാക്ക് വരുന്നത്. ആ സൈബർ അറ്റാക്ക് നടത്തിയ ആളുകൾ പോലും മുന്നിൽ വരുമ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് ദേഷ്യപ്പെട്ടതായി ഞാനിതുവരെ കണ്ടിട്ടില്ല. ഇതൊക്കെ പറയുമ്പോഴും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനും ശേഷം പരാജയപ്പെട്ടെങ്കിലും പത്തനാപുരം മണ്ഡലം തന്നെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആളാണ് ജ്യോതികുമാർ ചാമക്കാല. എങ്ങനെയാണ് ജ്യോതികുമാറിൻ്റെ പ്രവർത്തനങ്ങൾ പത്തനാപുരത്ത് സംഘടനയ്ക്ക് ഗുണം ചെയ്യുന്നുണ്ടോ? ജ്യോതികുമാറിൻ്റെ പ്രവർത്തനം സംഘടനയ്ക്ക് ഗുണകരം തന്നെയാണ്. കാരണം ഏതൊരാൾ പ്രവർത്തിച്ചാലും അത് സംഘടനയ്ക്ക് ഗുണകരം തന്നെയാണ്. അപ്പോൾ ജ്യോതികുമാർ പ്രവർത്തിച്ചതും സംഘടനയ്ക്കും സംഘടനയുടെ വിജയത്തിനുമൊക്കെ സ്വീകാര്യതയാണ്, അതിനും ഒക്കെ ഉണ്ട്. പക്ഷേ അതെല്ലാം ഒരു കൂട്ടായ്മയുടെ വിജയമാണ്, എല്ലാവരുടെയും കൂടെയുള്ള ഒരു വിജയമാണ്. ജ്യോതികുമാർ വളരെ കൃത്യമായി ഈ മരണ വീടുകളും കല്യാണ വീടുകളും അഡ്രസ്സ് ചെയ്ത് പോകാറുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ഒരു ക്വാളിറ്റി ആയിട്ട് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. അത് അദ്ദേഹം വളരെ കാൽക്കുലേറ്റ് ചെയ്ത് എല്ലായിടവും പോകാറുണ്ട്. അതിലുപരി പത്തനാപുരത്ത് സംഘടന എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. സംഘടനയുടെ സമരങ്ങളുണ്ട്, അല്ലെങ്കിൽ സംഘടന ചെയ്യേണ്ടുന്ന കുറച്ച് ഉത്തരവാദിത്തങ്ങളുണ്ട്. അത്തരം കാര്യങ്ങൾ ചെയ്യുവാനും ചെയ്യിപ്പിക്കുവാനും കഴിവും പ്രാപ്തിയും സംഘടനയ്ക്കാണ്. അപ്പോൾ ഇൻഡിപെൻഡൻ്റായി ഇപ്പോൾ എല്ലാവരും, ഇപ്പോൾ ഞാനും പല ആളുകളും MP അടക്കമുള്ള പല നേതാക്കന്മാരും അവരുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഇതിൽ വഹിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒരാളുടെ മാത്രമാണെന്ന് അവകാശപ്പെടുന്നതിനോട് യോജിക്കാൻ കഴിയില്ല. വർഷങ്ങളായി ഇവിടെ നിന്ന് പ്രവർത്തിച്ച് ജനഹൃദയങ്ങളിൽ ഇടം നേടുന്ന സംഘടനാപരമായിട്ട് കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്കും നേതാക്കന്മാർക്കും സഹപ്രവർത്തകർക്കും താങ്ങും തണലും സംരക്ഷണവുമായി നിന്നിട്ടുള്ള കൊടിക്കുന്നിൽ സുരേഷിനെ അതിൽ ഒഴിവാക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. ജ്യോതികുമാറിന് അതിൽ എന്താ പറയുന്നത്, ജ്യോതികുമാറിന് ആ പ്രവർത്തനത്തിൽ
അർഹതയില്ല, അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ ഇല്ലെന്ന് പറയുന്നില്ല, അദ്ദേഹത്തിന് കോൺട്രിബ്യൂഷൻ ഉണ്ട്. പക്ഷേ അദ്ദേഹത്തിന് മാത്രം കോൺട്രിബ്യൂഷനാണെന്ന് പറയാൻ കഴിയില്ല. ഈ പത്തനാപുരം പോലൊരു പഞ്ചായത്ത് ഏറെ നാളുകൾക്ക് ശേഷം തിരിച്ചു പിടിക്കും. അതെ. അപ്പോൾ ഇത് ഒരുപക്ഷെ ഇടതുമുന്നണിക്ക് ഇനി ഉൾക്കൊള്ളാൻ കഴിഞ്ഞൊന്നും വരില്ല. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രതികരണം എങ്ങനെയൊക്കെ ഉണ്ടാകും? അതിനകത്ത് പത്തനാപുരം പഞ്ചായത്തിലെ, എനിക്ക് തോന്നുന്നു പത്തനാപുരം പഞ്ചായത്തില്ല, കേരളത്തിലെ തന്നെ ഒരു പഞ്ചായത്ത്, ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഒരു ഷോപ്പിംഗ് മോൾ 35 കോടി രൂപ മുടക്കി ഒരു ഷോപ്പിംഗ് മോൾ നിർമ്മിക്കുന്നത് പത്തനാപുരത്താണ്. അതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് അഴിമതികളുണ്ട്. ഈ പഞ്ചായത്തിന് നേതൃത്വം കൊടുത്തിരുന്ന മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ആ പഞ്ചായത്ത് പ്രസിഡന്റുമാർ CPMൻ്റെ ഉന്നത നേതാക്കന്മാരാണ്. അവർക്കൊക്കെ അതിൽ വ്യക്തമായ ബന്ധമുണ്ട്. അതിൻ്റെ രേഖകൾ വളരെ കൃത്യമായി ഞങ്ങളുടെ കയ്യിലുണ്ട്. അത് ഞങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റിയിലൂടെയും വിവരാവകാശ നിയമപ്രകാരവും 2017 മുതൽ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളതാണ്, വാങ്ങിച്ചെടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്റേണൽ വിജിലൻസിലും ഓംബുഡ്സ്മാനിലും അടക്കം നിരവധി പരാതികളുണ്ട്. ഏകദേശം 97 പരാതികൾ ഇപ്പോഴും പെൻഡിംഗ് ആണ്. ഞാൻ ഏകദേശം 200-260 പരാതികൾ അയച്ചിട്ടുണ്ട് 5 വർഷത്തിനിടയ്ക്ക്. ഏകദേശം ഞാനും ഫാറൂഖ് മുഹമ്മദും നിവാസും കൂടി ഏകദേശം നടന്നിട്ടുള്ളതിൽ 50 പഞ്ചായത്ത് കമ്മിറ്റിയിലെങ്കിലും വിയോജനക്കുറിപ്പുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ വിയോജനക്കുറിപ്പുകൾ രേഖപ്പെടുത്തുമ്പോൾ നമ്മളൊപ്പം ഇരിക്കുന്ന പഞ്ചായത്ത് മെമ്പർമാർ, പഞ്ചായത്ത് പ്രസിഡന്റുമാരെ മുഖത്ത് നോക്കിയാണ് അരുത് എന്ന് നമ്മൾ പറയേണ്ടി വരുന്നത്. അത് സ്നേഹബന്ധങ്ങൾക്ക് അപ്പുറമായി രാഷ്ട്രീയമാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഐക്യജനാധിപത്യ മുന്നണിയാണ് ഞങ്ങളെ തിരഞ്ഞെടുത്ത് ആ ഒരു പദവിയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അത് ഞങ്ങളുടെ ഒപ്പം നിൽക്കുന്ന ആളുകളുടെ അത് ഞങ്ങളുടെ അവകാശമാണ്. അതുകൊണ്ട് നോ എന്ന് പറയേണ്ടടുത്ത് ഞങ്ങൾക്ക് പറയാൻ കഴിഞ്ഞു, നോ എന്ന് തന്നെ പറയാൻ കഴിഞ്ഞു. അതുകൊണ്ട് പല സൗഹൃദങ്ങളും പൊളിഞ്ഞു, പല ആളുകളുടെയും എതിരാളികളായി മാറേണ്ടി വന്നു, പലരും ലീഗൽ നോട്ടീസ് അയച്ചു, പലരും കേസുകൾ പ്രതിയാക്കി, ഇപ്പോഴും ഞങ്ങൾക്ക് 35-36 കേസുകളുമുണ്ട്. അപ്പോൾ ഇതിലൊക്കെ പ്രതിയാകേണ്ടി വരുന്നപ്പോഴും ഞങ്ങളുടെ പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തം അത് വളരെ ഭംഗിയായി നിർവഹിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഞങ്ങൾ അതിൽ ഇടയ്ക്ക് ഒരിടത്ത് പോലും കോൺഗ്രസിൽ പലയിടത്തും ആശയപരമായിട്ടുള്ള ചെറിയ തർക്കങ്ങളുണ്ടാവും. ഞങ്ങളുടെ ഇടയിൽ തർക്കങ്ങളില്ല, ഞങ്ങൾ പറഞ്ഞ് പരിഹരിച്ചാണ് പോകുന്നത്. തർക്കങ്ങളില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളെടുക്കുന്ന തീരുമാനം പാർട്ടിയും ഞങ്ങൾക്കൊപ്പം നിന്നു. ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് കുറ്റപത്രം ഞങ്ങൾ തയ്യാറാക്കി എല്ലാ വീടുകൾക്കും കൊടുത്തു. ഞങ്ങൾ കാൽനട ജാഥയായി എല്ലാ വാർഡുകളിലൂടെ നടന്നുപോയി. ഞങ്ങൾ ഈ കാര്യങ്ങൾ വളരെ കൃത്യമായി അഡ്രസ്സ് ചെയ്ത ആളുകളിലേക്ക് എത്തിക്കാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ തിരിച്ച് ഒരു അറ്റാക്ക് CPMൻ്റെ ഭാഗത്ത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പക്ഷെ ആ പ്രതീക്ഷിക്കുമ്പോൾ അവർ ചെയ്തിട്ടുള്ളത് തന്നെയാണ് അവർക്ക് പറയാനുള്ളത്. ഞങ്ങളായിട്ട് കഴിഞ്ഞ 50 വർഷമായി ഇതിലൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ഈ നാട്ടിൽ ക്രമവിരുദ്ധമായി ചട്ടവിരുദ്ധമായി ചെയ്തിട്ടുള്ളതൊക്കെയും ഞങ്ങൾ പുറത്തു കൊണ്ടുവരും. അപ്പോൾ അതിനെതിരെ CPMൻ്റെ പ്രതികരണങ്ങൾ ഞങ്ങൾക്ക് തന്നെ ആവശ്യമാണ്. ജനാധിപത്യ രീതിയിൽ ഒരു ആരോഗ്യകരമായ ഭരണം പോകണമല്ലോ. അപ്പോൾ അത് ഉണ്ടാവണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷയും. കേരളത്തിൽ പരാജയപ്പെടുത്താൻ പറ്റാത്തൊരു ശക്തിയാണ് ഗണേഷ് കുമാർ എന്ന് ഏകദേശമൊക്കെ പറയപ്പെട്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അവിടെയാണ് ഒരു ഇളക്കം സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിയമസഭയിലേക്കുള്ള നീക്കങ്ങൾ എന്തൊക്കെയായിരിക്കും കോൺഗ്രസിൻ്റെ? 2015 ഗണേഷ് കുമാർ ഐക്യജനാധിപത്യ മുന്നണിയിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യത്തിലേക്ക് മുന്നണി പോകുന്നത്. അതായത് KS ശബരിനാഥിൻ്റെ അരുവിക്കരയിലെ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്ന അന്ന് ഞങ്ങൾ ഗണേഷ് കുമാറിൻ്റെ വീട്ടിലേക്ക് ഒരു മാർച്ച് നടത്തി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ, ഞാനടക്കമുള്ള പ്രവർത്തകർക്ക് ഇപ്പോഴും CC 23-08-2016, CC 516-2016, 564-2016 ഇന്ന് ആ കേസുണ്ടായിരുന്നു. ഈ 2 കേസുകളിൽ ഏകദേശം 26 പ്രതികളുണ്ട്. ആ 2 കേസിൽ ഞാൻ പ്രതിയാണ്. അന്ന് തുടങ്ങിയ പോരാട്ടമാണ്. ആ കേസ് ഇതുവരെ തീർന്നിട്ടില്ല, 10 വർഷമായി. അപ്പോൾ അന്ന് തുടങ്ങിയ പോരാട്ടം സമയാസമയങ്ങളിൽ തുടർ സമരങ്ങളായി. ജനകീയ വിഷയങ്ങൾ, അദ്ദേഹം ചെയ്യാത്ത കാര്യങ്ങൾ, ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ചെയ്യാത്ത കാര്യങ്ങൾ, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നത് കൊണ്ട്, താലൂക്ക് ആശുപത്രി നിർമ്മിക്കാത്തത് കൊണ്ട്, പട്ടയങ്ങൾ ജനങ്ങൾക്ക് ഇതുവരെയായി കൊടുക്കാത്തത് കൊണ്ട്, ഗ്രാമീണ റോഡുകൾ സഞ്ചാരയോഗ്യമാക്കാത്തത് കൊണ്ട്, അദ്ദേഹം പുതിയ ഒരു തൊഴിൽ അവസരം പത്തനാപുരത്ത് ലഭ്യമാക്കാത്തത് കൊണ്ട്, പത്തനാപുരത്തിൻ്റെ മാർക്കറ്റ് ഇതുവരെയും പുനഃസ്ഥാപിക്കാത്തത് കൊണ്ട്, ശ്മശാനം നിർമ്മിക്കാത്തത് കൊണ്ട്, കളിസ്ഥലമില്ലാത്തത് കൊണ്ട്, വനിതാ സംരംഭകർക്ക് ഒരു അവസരം ലഭിക്കാത്തത് കൊണ്ട്, പട്ടികവർഗ വിഭാഗത്തിലുള്ള ഏറ്റവും കൂടുതൽ ആളുകൾ ട്രൈബൽസ് ഉള്ളിടത്ത് അവർ ഉന്നമനത്തിന് വേണ്ടി ഒരു ഡെവലപ്മെൻറ്റ്സ് കൊണ്ടുവരാത്തത് കൊണ്ട്, വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്രമായ മാറ്റം കൊണ്ടുവരാത്തത് കൊണ്ട്, ഇപ്പോഴും സ്വന്തമായി കെട്ടിടവും സ്വന്തമായി സ്ഥലവുമില്ലാത്ത അംഗനവാടികൾ പത്തനാപുരത്തുണ്ട്. അത് ഒക്കെയും പരിഹരിക്കാൻ കഴിയാത്തത് ഗണേഷ് കുമാർ എന്ന് പറയുന്ന MLAയുടെ വീഴ്ചയാണ്. ആ വീഴ്ച ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. മാത്രവുമല്ല, ഒരു ജനപ്രതിനിധിയായിരിക്കുന്ന MLAയുടെ ഫോൺ നമ്പർ പത്തനാപുരത്തുള്ള എത്ര സാധാരണക്കാർക്ക് അറിയാം? ആ ഫോണിൽ വിളിച്ചാൽ എത്ര പേര് ആ ഫോൺ അറ്റൻഡ് ചെയ്യും? MLA എത്ര ഫോൺ അറ്റൻഡ് ചെയ്യും? അപ്പം ഹൈ ക്ലാസ് ലോ ക്ലാസ് എന്നുള്ളൊരു വിവേചനം MLAയ്ക്കുണ്ട്. ഹൈ ക്ലാസ് ലോ ക്ലാസ് വിവേചനം ജനങ്ങളെ ഞങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ആ ലോ ക്ലാസ് എന്ന് MLA വിവേചനം നടത്തി വെച്ചിരിക്കുന്ന ആളുകൾ ഞങ്ങൾ വളരെ കൃത്യമായി അഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ആവശ്യങ്ങളാണ്, ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരുടെ ആവശ്യങ്ങളാണ് നടപ്പിലാവാത്തത്. ഞങ്ങൾക്കാണ് MLA അക്സസ് ഇല്ലാത്തത്. സാധാരണപ്പെട്ട ആളുകൾക്ക് MLA കാണാൻ കഴിയില്ല. ആഴ്ചയിൽ 1-2 ദിവസമേ ഉള്ളൂ.
അപ്പോൾ അത്തരം വിഷയങ്ങൾ ഞങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അത് ഞങ്ങൾ വളരെ ഓർഗനൈസ് ചെയ്തിട്ടുള്ള പ്രോഗ്രാമുകളിലൂടെ ഇനിയും 100 ദിവസത്തിലധികം ഉണ്ടല്ലോ തെരഞ്ഞെടുപ്പിന്. അപ്പോൾ അത് വളരെ പ്ലാനിങ് ആയി ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇനി പ്രതീകാത്മകമായ സമരങ്ങൾ ഞങ്ങൾ മാത്രമല്ല, അവിടെ ജനകീയ മുന്നണി എന്ന് പറഞ്ഞിട്ട് FTR ടെക്നോളജിയുടെ പേരിലൊരു മുന്നണി ഉണ്ടാക്കി ഞങ്ങൾ സമരങ്ങൾ നടത്തിയിരുന്നു. അപ്പോൾ അതുപോലെയുള്ള ജനകീയ സമരങ്ങളും അത് ഏറ്റെടുക്കാനും അതിന് പിന്തുണ കൊടുക്കാനും അതിൽ പങ്കെടുക്കുവാനും ഞങ്ങൾ കോൺഗ്രസ് ഉണ്ട്. അപ്പോൾ തീർച്ചയായും ഈ വർഷം ഒരു മാറ്റമുണ്ടാവും. ആ മാറ്റം UDFനൊപ്പമായിരിക്കും. ഗണേഷ് കുമാർ ഇത്തവണ പത്തനാപുരത്ത് പരാജയപ്പെടും, അല്ലെങ്കിൽ ഞങ്ങൾ പെടുത്തും എന്നുള്ള പൂർണ്ണ ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. അങ്ങനെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുമ്പോഴും പത്തനാപുരത്ത് അടുത്ത തവണ ജ്യോതികുമാർ ചാമക്കാല തന്നെ ആവുമോ സ്ഥാനാർത്ഥി? AICC ആണ് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഒരു അന്തിമ തീരുമാനം പുറത്തുവിടുന്നത്. അത് ജ്യോതികുമാർ ആയാലും അല്ല ഇനി വേറെ ഏത് സ്ഥാനാർത്ഥി ആയാലും ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചതിന് ശേഷം അവിടെ അദ്ദേഹം മാത്രമായിരിക്കും സ്ഥാനാർത്ഥി, കൈപ്പത്തി ചിഹ്നമായിരിക്കും. അതുകൊണ്ട് തന്നെ അതിനു വേണ്ടിയിട്ട് കോൺഗ്രസ് പ്രവർത്തകർ, ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ ഒരുമിച്ച് നിൽക്കും. അതിനു മുമ്പ് നടത്തുന്ന ചില ആശയപരമായിട്ടുള്ള എതിർപ്പുകളോ ആശയപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെയും ആ സമയത്ത് മാറ്റിവെക്കും. അതുവരെ പറയുവാനുള്ള ഒരു അവസരവും സ്വാതന്ത്ര്യവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്തുണ്ട്. അതുകൊണ്ടാണ് ആളുകൾ പറയുന്നത് CPM പോലുള്ള രാഷ്ട്രീയ പാർട്ടിയിൽ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലുള്ള രാഷ്ട്രീയ പാർട്ടിയിൽ അവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമില്ല. അവർക്ക് സോഷ്യൽ മീഡിയയിൽ കുറിക്കാൻ കഴിയില്ല. അപ്പോൾ ഏതൊരാളുടെയും അഭിപ്രായങ്ങൾ പറയാൻ കഴിയും. വിന്നബിലിറ്റി നോക്കും. കോൺഗ്രസ് വലിയ പ്രക്രിയയിലൂടെയാണ് ഈ സ്ഥാനാർത്ഥികൾ തീരുമാനിക്കുന്നത്. എല്ലായിടത്തും എനിക്ക് തോന്നുന്നു മിക്കവാറും ഒന്നിലധികമുള്ള എല്ലാ മണ്ഡലങ്ങളിലും ഒന്നിലധികം സ്ഥാനാർത്ഥികളെ അല്ലെങ്കിൽ വാർത്തകളിലൂടെയൊക്കെ പറഞ്ഞു കേൾക്കുന്നു. അതിൽ AICC ഒരു സ്ക്രീനിങ് കമ്മിറ്റി ഉണ്ടാക്കി അതിൽ പ്രഖ്യാപനം നടത്തും. ആ പ്രഖ്യാപനം നടത്തിയ ആ പ്രോസസ്സ് അവരെന്ത് പ്രോസസ്സാണോ പറയുന്നത് അതിനുശേഷം ആ പാർട്ടി ആ സ്ഥാനാർത്ഥി ജയിപ്പിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ എല്ലായിടത്തുനിന്നും ഉണ്ടാവും എന്നുള്ളതാണ് അതിൽ പറയാനുള്ളത്. പത്തനാപുരം മണ്ഡലത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ സാജു ഖാൻ്റെ പേര് ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അത് വലിയൊരു അംഗീകാരമായിട്ട് തന്നെ ഞാൻ കാണുന്നു. കാരണം നമ്മളെപ്പോലുള്ളൊരു സാധാരണ പ്രവർത്തകൻ, ഒരു KSU പ്രവർത്തകനായി വന്ന ആ സമയത്ത് തന്നെ ഞാൻ SFI പ്രവർത്തകർ എൻ്റെ കഴുത്തിൽ വെട്ടിയിട്ട് എനിക്ക് 16 തൈൽ എൻ്റെ കഴുത്തിലുണ്ടായിരുന്നു. എന്നെ നെറ്റി അടിച്ച് പൊട്ടിച്ചു. യൂണിവേഴ്സിറ്റിയിലിട്ട് എന്നെയും സംസ്ഥാന സെക്രട്ടറി അസ്ലമിനെയും ആഷിഖ് റോയൊക്കെ ഒരുപാട് മർദ്ദിച്ചു, തലയടിച്ച് പൊട്ടിച്ചു, കൈകാലുകൾ തല്ലി പൊടിച്ചു. ഒരുപാട് അക്രമങ്ങൾക്ക് ഇരയായിട്ട്, പോലീസ് അക്രമങ്ങൾക്ക് ഇരയായിട്ട് വന്നു. അപ്പോൾ അത്തരത്തിൽ ആരെങ്കിലും ഒരാൾ പറയുമ്പോൾ പോലും നമ്മളതൊരിക്കലും അത് അർഹിക്കുന്നതാണെന്ന് നമ്മൾ കരുതുന്നില്ല. പക്ഷേ പാർട്ടി അത്തരം അർഹതകൾ നമുക്ക് നൽകുന്നു, അല്ലെങ്കിൽ ഒരു തീരുമാനമെടുക്കുക, അല്ലെങ്കിൽ ചർച്ചയിൽ നമ്മുടെ പേര് വരുന്നു എന്ന് പറയുമ്പം നമുക്ക് വലിയ സന്തോഷവും നമുക്ക് വലിയ സംതൃപ്തിയുമുണ്ട്. അത് കിട്ടിയില്ല എന്ന് കരുതി ഇപ്പോൾ 2.5 വർഷമായി ഈ പാർട്ടിയിൽ ഒരു പദവിയും ഇല്ലാതെ ഞാൻ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. നമുക്കൊരു നേതാവിനോടും പരിഭവമില്ല, ഒരു മേഖലയിലും നമുക്ക് എതിരഭിപ്രായങ്ങളില്ല. പാർട്ടി നിശ്ചയിക്കുന്ന ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിച്ചില്ല. ഞാൻ മത്സരിക്കുന്ന സീറ്റ് 6 മാസം മുമ്പേ ഇപ്പോൾ ഞാൻ മത്സരിക്കണമെന്ന് ആഗ്രഹിച്ച് ജില്ലാ പഞ്ചായത്തിലാണ്. അവിടെ റിസർവേഷൻ വന്നു. അപ്പോൾ കുണ്ടയം ബ്ലോക്ക് ഡിവിഷൻ ഉണ്ടായിരുന്നു. ആ ബ്ലോക്ക് ഡിവിഷനിൽ 6 മാസം മുമ്പ് അവിടെ മറ്റൊരു നേതാവ് എനിക്ക് സീറ്റ് വേണമെന്ന് എല്ലാ നേതാക്കന്മാരും, ഞാനടക്കമുള്ള നേതാക്കന്മാരോട് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ ബ്ലോക്ക് സീറ്റ് ചോദിക്കണം എന്ന് കരുതിയപ്പോൾ തന്നെ പുള്ളി ചോദിച്ചു. ഞാൻ എതിരഭിപ്രായം പറഞ്ഞില്ല. പാർട്ടിയുടെ ഒരു കമ്മിറ്റിയിലും അല്ലെങ്കിൽ ഒരു കോറത്തിലും ഒരു കോർ കമ്മിറ്റിയിലും മണ്ഡലം കോർ കമ്മിറ്റിയിൽ ഞാൻ ഉണ്ടായിരുന്നു. ഒരിടത്തും എനിക്ക് ആ സീറ്റ് വേണമെന്ന് ഞാൻ പറഞ്ഞില്ല. അദ്ദേഹവും ഞാനും നിൽക്കുന്ന സമയത്ത് അവിടുത്തെ മുതിർന്ന നേതാവ് CR നജീബ് വന്നപ്പോൾ അദ്ദേഹത്തെ പരിഗണിച്ചുകൊള്ളാൻ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ നമുക്കങ്ങനെയുള്ള പ്രത്യേകിച്ചുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല. കിട്ടുന്ന അവസരത്തിൽ നമ്മൾ അതിനെ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്. ഏത് ചെറിയ അവസരമായാലും പരമാവധി എസ്റ്റാബ്ലിഷ് ചെയ്ത് പരമാവധി ജനങ്ങളിലേക്ക് എത്തുന്ന പ്രവർത്തനം നടത്തുക എന്നുള്ളതാണ്. അത് ഇനിയും ഉണ്ടാവും. പാർട്ടിയിൽ ഒരു പദവി ഇല്ലെങ്കിലും പാർട്ടി പ്രവർത്തകനായി നിന്ന് ജനകീയ വിഷയങ്ങളിൽ കൃത്യമായി ചടുലതയോടുകൂടി കോൺഗ്രസിനൊപ്പം നിന്ന് പ്രവർത്തിക്കും. അടുത്തിടയ്ക്ക് കൊടിക്കുന്നിൽ സുരേഷ് MP ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു ആരോപണം, KSU ജില്ലാ പ്രസിഡന്റിനെ മുൻനിർത്തി കൊടിക്കുന്നിൽ സുരേഷിനെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ആരോപണങ്ങൾക്ക് പിന്നിൽ ജ്യോതികുമാർ ചാമക്കാലയാണെന്ന് എങ്ങനെ കാണുന്ന പ്രസ്താവന? കൃത്യമായിട്ട് ഈ യുവജന വിദ്യാർത്ഥി സംഘടനകളിലെ നേതാക്കന്മാരെ നോമിനേറ്റ് ചെയ്യുന്ന ഇടങ്ങളിൽ പാർട്ടിയുടെ അന്തർധാരയിലുള്ള നേതാക്കന്മാർക്ക് അതിലൊരു ബന്ധമുണ്ട്. അവരൊരു വിഹിതമാണ്, അവരൊരു ഷെയറാണ് കൊടുക്കുന്നത്. അങ്ങനെ ജ്യോതികുമാർ ചാമക്കാലയോടൊപ്പം നിൽക്കുന്ന ഒരാളാണ് KSU ജില്ലാ പ്രസിഡന്റായി കടന്നു വന്ന ഒരു സുഹൃത്താണ്, നമ്മുടെ അടുത്തൊരു സുഹൃത്താണ്. അപ്പോൾ അദ്ദേഹം ഒരു തീരുമാനമെടുക്കുകയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ അങ്ങനെ AICC സെക്രട്ടറിയായി ഇരുന്ന CWC വർക്കിംഗ് മെമ്പർക്കെതിരെ അല്ലെങ്കിൽ സിറ്റിംഗ് MPക്കെതിരെ ഒരു പ്രസ്താവന നടത്തുമ്പോൾ അദ്ദേഹത്തെ ലീഡർഷിപ്പുമായി എന്ത് ചെയ്യാം, അദ്ദേഹം ചർച്ച നടത്താം. അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം വരുമ്പോൾ അവർക്ക് പറയാം ആ തീരുമാനം പിൻവലിക്കണം, പാർട്ടിയുടെ അകത്ത് ചർച്ച ചെയ്യണം. കാരണം DCC എക്സിക്യൂട്ടീവിൽ ഉള്ള ഒരാളാണ് KSU ജില്ലാ പ്രസിഡന്റ്. അദ്ദേഹം തികഞ്ഞ പക്വത കാണിക്കേണ്ടതായിരുന്നു. ആ പക്വത കുറവുണ്ട്. അപ്പോൾ പാർട്ടിയിൽ പല ആളുകളോടും പലർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം. അവർക്ക് പറയാനൊരു വേദിയുണ്ട്. ആ DCC എക്സിക്യൂട്ടീവ് അദ്ദേഹത്തിന് കൃത്യമായി പറയാം. KSU സംസ്ഥാന കമ്മിറ്റിയിൽ അത് പറയാമായിരുന്നു. ആ KSU സംസ്ഥാന കമ്മിറ്റി പറഞ്ഞ പ്രമേയമായി KPCC പ്രസിഡന്റ് കൊടുക്കാമായിരുന്നു. അതല്ല അവിടെ ചെയ്തേ.
തെരഞ്ഞെടുപ്പ് വന്നു, തെരഞ്ഞെടുപ്പിൻ്റെ ജയപരാജയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്ത് തീർന്നില്ല, ശ്വാസം വിട്ട് തീർന്നില്ല. അതിനു മുമ്പ് തന്നെ ഇടതുപക്ഷത്തിന് കേരളത്തിൽ മൊത്തവും കിട്ടിയ ഒരു പരാജയം ചർച്ച ചെയ്യുന്നതിന് മുമ്പ് തന്നെ കോൺഗ്രസിൻ്റെ ഏറ്റവും സമുന്നതനായ ഒരു നേതാവിനെ കുറിച്ച് സോഷ്യൽ മീഡിയ അറ്റാക്ക് നടത്തുകയും അദ്ദേഹത്തെ വ്യക്തിഹത്യ ചെയ്യുന്ന തരത്തിലേക്ക് സോഷ്യൽ മീഡിയ പോയി. പിന്നെ പ്രധാനപ്പെട്ട പത്രങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും വാർത്ത വന്നു. ആദ്യം പരാതി കൊടുക്കുകയാണെങ്കിൽ ആ പരാതിയെപ്പറ്റി AICC ആണ് തീരുമാനമെടുക്കുന്നത്. ഇത് പരാതി കൊടുക്കുന്നതിന് മുമ്പ് വാർത്തകൾ വന്ന് പ്രമുഖ മാധ്യമങ്ങളിലൂടെ വാർത്തകൾ വരുമ്പോൾ ഇത്തരം സീനിയറായി കോൺഗ്രസിന് വേണ്ടി നിൽക്കുന്ന ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ കൊടുക്കുന്ന സുരേഷ് MPക്ക് ഉണ്ടായിട്ടുള്ള മനോവേദനയും വിഷമവും പറഞ്ഞറിയിക്കാൻ കഴിയാത്തത് തന്നെയാണ്. അത്തരം പ്രവണതകൾ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ പലർക്കെതിരെയും പരാതികൾ കൊടുക്കുന്നു. ആ പരാതികൾ ഇപ്പോൾ തന്നെ കൊടുത്ത പരാതികളൊക്കെയും KPCC പരിശോധിച്ചു അതിൻ്റെയൊക്കെ മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞു. വളരെ ഫാസ്റ്റായിട്ടാണ് പ്രോസസ്സ് പോകുന്നത്. അപ്പോൾ ജില്ലാ പ്രസിഡന്റിനെ പോലെ ഒരാൾ MPക്കെതിരെ പറയേണ്ടിയിരുന്ന സ്ഥലം അതല്ല. അതിനെ നിയന്ത്രിക്കേണ്ടിയിരുന്ന നേതാക്കന്മാരുണ്ട്. ആ നേതാക്കന്മാർ നിയന്ത്രിച്ചില്ല. അതാണ് MPക്കുള്ള വിഷമം. നിയന്ത്രിച്ചില്ല എന്നുള്ളതാണ്. നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ സജീവമല്ലാത്തതാണ് കൊടിക്കുന്നിലിൻ്റെ ഒരു പിന്നോട്ട് പോക്കിനൊരു കാരണം, അല്ലെങ്കിൽ ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ കഴിയാത്തത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുന്നത്? ഇപ്പം നമ്മുടെ ന്യൂ ജനറേഷനാണ് കൂടുതൽ സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത്. ഓൾഡ് ജനറേഷനിലുള്ള ലീഡേഴ്സ് സോഷ്യൽ മീഡിയ അക്കൗണ്ട് അത്ര ഹാൻഡിൽ ചെയ്യാറില്ല. അവരതിൻ്റെ അവസരം മനസ്സിലാക്കി വന്നപ്പോൾ ഒരല്പം വൈകി എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് സോഷ്യൽ മീഡിയയിൽ റീൽസുകൾ അവർ ഇട്ടു തുടങ്ങാൻ വൈകി. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ അമിതമായി ഉപയോഗിക്കുന്നതിൽ അവർക്ക് പിന്നെ ഒരു വീഴ്ച പറ്റി. അപ്പോൾ അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മുതലാണ് അവർ സോഷ്യൽ മീഡിയ സജീവമായി ഇടപെട്ട് തുടങ്ങി. ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷിൻ്റെയൊക്കെ സോഷ്യൽ മീഡിയ വലിയ സ്ട്രെങ്തൻ ചെയ്തു പോകുന്നുണ്ട്. ആ തുടക്കത്തിലുണ്ടായ വീഴ്ചയാണ് അദ്ദേഹത്തിന് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തെ പ്രവർത്തനങ്ങൾ കൂടുതൽ വ്യാപ്തിയിലേക്ക് എത്തിക്കാൻ സാധിക്കാതെ പോയത്. പത്തനാപുരത്ത് തന്നെ കേരളത്തിൽ 2 റബ്ബർ പാർക്കുകൾ UPA സർക്കാർ അനുവദിച്ചപ്പോൾ അതിൽ ഒരെണ്ണം കൊണ്ടുവന്നത് പത്തനാപുരത്താണ്, മാവേലിക്കര മണ്ഡലത്തിലെ പത്തനാപുരത്താണ്. അതുപോലും ആളുകൾ വിസ്മരിക്കുകയാണ്. കോൺഗ്രസ് പ്രവർത്തകർ പോലും ചില സമയങ്ങളിൽ അത് വിസ്മരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. അപ്പോൾ അത്രയേറെ എഫേർട്ട് എടുക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ അങ്ങനെ അപകീർത്തിപ്പെടുത്തുന്നത് ശരിയല്ല. അത് തെറ്റായ രീതിയാണ്. അത് നേതാക്കന്മാർ ആരെങ്കിലും അവരോടൊപ്പം നിൽക്കുന്ന പ്രവർത്തകരാണ് ചെയ്യുന്നതെങ്കിൽ അത് തിരുത്തി കോൺഗ്രസിൽ വലിയൊരു അസറ്റാണ്, വലിയ ഒരു സഹായിയും വലിയ ഒരു പ്രതീക്ഷയുമുള്ള ആളുകൾക്ക് പ്രതീക്ഷയുമുള്ള ഒരു നേതാവാണ് കൊടിക്കുന്നിൽ സുരേഷ്. അപ്പോൾ അദ്ദേഹത്തെ അങ്ങനെ അപകീർത്തിപ്പെടുത്താൻ വിട്ടുകൊടുക്കാൻ പാടില്ല എന്നുള്ളത്. MPയുടെ ഈ 4 പതിറ്റാണ്ട് നീണ്ട രാഷ്ട്രീയ ജീവിതമാണ്. എങ്ങനെ വിലയിരുത്തുന്നു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ശൈലി? അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ശൈലി എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം പഠിക്കുന്ന അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ആദ്യം മാതൃകയാക്കാൻ കഴിയുന്ന ഒരാളാണ് കൊടിക്കുന്നിൽ സുരേഷ്. കാരണം അദ്ദേഹം തുടർച്ചയായി വിജയിക്കുന്നു എന്ന് പറയുന്നത് ഒരു പോരായ്മ കൊണ്ടല്ല, തുടർച്ചയായി വിജയിക്കുന്നു എന്നുള്ളതൊരു മെറിറ്റാണ്. ആളുകളെ സ്നേഹിക്കുക, ആളുകളോടൊപ്പം നിൽക്കുക, അവർ വിളിക്കുമ്പോൾ ഫോൺ എടുക്കുക, അവരുടെ സഹോദരനെ പോലെ മകനെ പോലെ ഈ ഒരു ഇടപെടൽ നടത്തുന്നു എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം വിജയിക്കുന്നത്. ഈ എല്ലാ MPമാരെയും പോലുള്ള വികസനങ്ങളാണ് ചെയ്യാൻ കഴിയുന്നത്. അതിനപ്പുറമായി എല്ലാ MPമാരും തുടർച്ചയായി വിജയിക്കുന്ന ഒരു സാഹചര്യം ഇന്ത്യയിലെ ഒരു മണ്ഡലങ്ങളിലുമില്ല. അപ്പോൾ എല്ലാ നേതാക്കന്മാരും തുടർച്ചയായിട്ട് ഒരു 5 തവണ ജയിച്ചാൽ അതിൽ 1-2 തവണയെങ്കിലും തോറ്റിട്ടുള്ളവരായിരിക്കാം. അപ്പോൾ തുടർച്ചയായി ജയിക്കുന്നു എന്ന് പറയുന്നത് ഒരു അയോഗ്യതയായി കാണരുത്. തുടർച്ചയായി ജയിക്കുന്നത് അദ്ദേഹത്തിന് കിട്ടുന്ന അവസരങ്ങൾ ജനങ്ങളോടൊപ്പം നിൽക്കുന്നത് കൊണ്ടാണ്. അത് പഠന വിഷയമാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എങ്ങനെയാണെങ്കിൽ ജയിക്കാൻ കഴിയുന്നത്. അപ്പോൾ ഒരാൾ വന്നാൽ അയാൾ തുടർച്ചയായി വിജയിക്കാൻ കഴിയുന്നു. CPM പോലും കഴിയുന്നില്ല. കാരണം 2 തവണ അവർ എന്നൊരു ടൈം വെക്കുന്നത് 3ാമത്തെ ടൈമിൽ അദ്ദേഹം വിജയിക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ 8 തവണയും 9 തവണയും ജയിക്കുന്നത് അതൊരു അയോഗ്യതയല്ല, അതൊരു യോഗ്യതയാണ്. അത് മാനദണ്ഡം, അതൊരു പരിശോധനാ വിഷയമാക്കണം. ചില എക്സെപ്ഷൻ കൊടുക്കുന്ന നേതാക്കന്മാരിൽ ഒരാളായി കൊടിക്കുന്നിലിനെ മാറ്റുന്നത് അദ്ദേഹത്തിൻ്റെ ഈ കർമ്മ മേഖലയിലുള്ള അദ്ദേഹത്തിൻ്റെ കർമ്മമണ്ഡലങ്ങളിലെ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതൊരു അയോഗ്യതയല്ല, അതൊരു യോഗ്യതയാണ്, അധിക യോഗ്യതയാണ്. അധിക യോഗ്യത കാണാതെ പോകരുത്. അത് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. അത് അത്രത്തോളം ആത്മാർത്ഥമായിട്ടുള്ള കഠിനാധ്വാനം ചെയ്യുന്നതിനാൽ മാത്രമേ അത് കൊണ്ടുവരാൻ സാധിക്കൂ. പിന്നെ രാഷ്ട്രീയ പ്രവർത്തനമാകുമ്പോൾ ഒപ്പം നിൽക്കുന്നവർക്ക് വേണ്ടി കൂടുതലായി സ്ട്രെയിൻ ചെയ്യേണ്ടതായി വരും ചില ഇടങ്ങളിൽ. അപ്പോൾ ഓരോ നേതാക്കന്മാർക്കും ഇടങ്ങളിൽ അവരുടേതായിട്ടുള്ള മേഖലയുണ്ട്. ആ മേഖലയിലെ പോസ്റ്റിങ്ങുകളെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ്, ബ്ലോക്ക് പ്രസിഡന്റ്, ഭാരവാഹികളെ നിശ്ചയിക്കുക എന്ന് പറയുന്നത് എല്ലാ പ്രാദേശിക നേതാക്കന്മാർക്കും സ്റ്റേറ്റ് ലീഡർഷിപ്പിനും ഒക്കെ അവരുടെ മേഖലയിൽ ആ ഇടങ്ങളുണ്ട്. അവിടെ കൊടിക്കുന്നിൽ സുരേഷിന് ആവശ്യമായ നേതാക്കന്മാർ, അവരുടെ കൂടെ നിൽക്കുന്ന നേതാക്കന്മാരെ പോസ്റ്റ് ചെയ്യാൻ അദ്ദേഹം അഡമൻ്റായി നിൽക്കാറുണ്ട്. അപ്പോൾ അത് ഉയർത്തി കാണിച്ച് ഒരു വിഭാഗം അദ്ദേഹത്തിനെ എതിർക്കാൻ വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്ന ഒരു രീതി നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ സിസ്റ്റമൊക്കെ മാറി. ഇപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തന്നെ പാർട്ടി എന്ന് പറയുന്ന ഒരു വികാരത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ അത് ദുരുപയോഗം ചെയ്യുന്നത് ഇടതുപക്ഷമാണ്. ആ ദുരുപയോഗം ചെയ്യുന്ന, അതായത് ഫേക്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കി ഇദ്ദേഹത്തെ അറ്റാക്ക് ചെയ്യുമ്പോൾ കോൺഗ്രസ്സുകാർ കവചമൊരുക്കണം. അത് ചില ആളുകൾ അവരോടൊപ്പം നിന്ന് ഇദ്ദേഹത്തെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു.
അത് ഒരു തെറ്റായ പ്രവണതയാണ്. അത് അവസാനിപ്പിക്കേണ്ടതാണ്. നാളുകളിൽ അതൊക്കെ അവസാനിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങൾ. അപ്പോൾ പത്തനാപുരത്തൊരു പോരാട്ടത്തിലാണ്, പുതിയ അധികാര സ്ഥാനമാണ്. എങ്ങനെയാണ് പത്തനാപുരത്ത് മുന്നോട്ടുള്ള ഒരു ഭാവി പദ്ധതികൾ എങ്ങനെയൊക്കെ? പത്തനാപുരം പഞ്ചായത്തിലും പത്തനാപുരം നിയോജക മണ്ഡലത്തിലും കോൺഗ്രസ് ഉയർത്തിയിട്ടുള്ള ആവശ്യങ്ങൾ ജനകീയ ആവശ്യങ്ങളായിരുന്നു. അതൊക്കെ തന്നെ പാലിക്കപ്പെടും. ഞങ്ങൾ അടുത്ത ഒരു തെരഞ്ഞെടുപ്പിന് ഞങ്ങൾ പോകേണ്ടി വരുന്നവരാണ്. ആ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ ജീവനോട് ഉണ്ടായാലും ഇല്ലേലും ഞങ്ങൾ ഉയർത്തിയ ആവശ്യങ്ങളും ഞങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യങ്ങളും ഈ സമൂഹത്തിൽ ഉയർന്നു തന്നെ നിൽക്കുന്നുണ്ട്. അത് പരിഹരിക്കപ്പെടും. ആ പരിഹരിക്കപ്പെടുന്നതിനുള്ള വ്യക്തമായ പ്ലാനും പദ്ധതിയും ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. അത് പാർട്ടിക്ക് എല്ലാ പഞ്ചായത്തുകൾക്കും ബ്ലോക്ക് പഞ്ചായത്തിനും ഒക്കെ ഒരു പാർലമെൻ്ററി പാർട്ടി എന്ന് പറയുന്ന സംവിധാനമുണ്ട്. അപ്പോൾ ആ സംവിധാനത്തിൽ വ്യക്തമായ ആശയവിനിമയം നടത്തി അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പാർട്ടിയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ വളരെ സമയബന്ധിതമായി, മറ്റു താല്പര്യങ്ങളൊന്നുമില്ല. ഇതിൽ ഒരു പഞ്ചായത്ത് മെമ്പറെ പഞ്ചായത്ത് പ്രസിഡന്റ് കാണണമെങ്കിൽ, ഒരു പബ്ലിക്കിന് കാണണമെങ്കിൽ, ജനത്തിന് കാണണമെങ്കിൽ പാർട്ടി ഓഫീസിൽ വന്ന് നേതാവിൻ്റെ ഒപ്പോ നേതാവിൻ്റെ ലെറ്ററോ ശുപാർശയോ ഒന്നും വേണ്ട. നേരിട്ട് പോകാം, കാര്യം സാധിക്കാം. അതിൽ പാർട്ടിക്കും അത്തരത്തിൽ ഒരു ബൗണ്ടറി കൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ആരെയും സഹായിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം UDF-നുണ്ട്. അതുകൊണ്ട് ജനങ്ങളുടെ കൂടുതൽ ആവശ്യങ്ങൾ വളരെ എളുപ്പത്തിൽ തീർത്തു കൊടുക്കാൻ കഴിയും എന്നുള്ളതാണ്. ജനകീയ പദ്ധതികൾ ഞങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാകും. അതിനൊന്നും വേറെ ഒരു തടസ്സങ്ങളുമില്ല. പാർട്ടിക്ക് അത്തരത്തിലുള്ള കർക്കശമായ നിലപാടില്ല. ആ കാര്യങ്ങൾ നടക്കുക എന്നുള്ളതാണ്, വികസനം നടപ്പിലാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് അത്തരത്തിൽ തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും. മാറ്റത്തിൻ്റെ കാറ്റ് വീശുന്ന കാലഘട്ടമാണ്. മാറാത്തത് മാറുകയാണ്. പത്തനാപുരം മണ്ഡലത്തിലും മാറ്റം പ്രതിഫലിച്ച് തുടങ്ങിയിട്ടുണ്ട്. വരും കാലഘട്ടത്തിലും പത്തനാപുരത്ത് സാജു ഖാൻ്റെ പേര് ഉയർന്നു കേൾക്കാൻ സാധ്യതയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.